ബൈജുവിൻ്റെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യം നന്നായിട്ട് പൊട്ടിയൊരു വ്യക്തിയാണ്, അത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ നന്നായിട്ട് പൊട്ടിയൊരു വ്യക്തിയാണ്. അതിനുശേഷം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു, ഞാനും എന്നെ ഗൈഡ് ചെയ്യാൻ, ബാക്ക് ബോണിൽ നിന്ന് ഗൈഡ് ചെയ്യാൻ എനിക്ക് ആളുണ്ടായിരുന്നു. സോ ഒരു മെൻറ്റർ എന്ന് പറയും, പുള്ളിക്കാരൻ കോവിഡിൽ പോയായിരുന്നു. ഡ്രോബാക്ക് എന്നൊക്കെ പറയുമല്ലോ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ട്രേഡ് എന്താണെന്നും ട്രേഡിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്നും എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്തോ അന്ന് മുതൽ പേടിയില്ല ട്രേഡ് ചെയ്യാനായിട്ട്. ഫണ്ട് മാനേജ് ചെയ്യാനും ഒരു പേടിയില്ലാണ്ട് മാറി. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ട്രേഡിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി സ്ട്രാറ്റജിയെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം 2 മാസം കൂടുമ്പോൾ ഞാൻ പുതിയ സ്ട്രാറ്റജി കണ്ടുപിടിച്ച് 20ഉം 10ഉം ഓപ്ഷൻ പോയിന്റിന് വേണ്ടി ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ മാറി നിന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ സ്ട്രാറ്റജിയുടെ ബിഹൈൻഡ് ഒരു ലോജിക് ഇല്ലേ? ഏതൊരു സ്ട്രാറ്റജി ബിഹൈൻഡ് ഒരു ലോജിക് ഉണ്ടല്ലേ? ആ ലോജിക് ഞാൻ അനാലിസിസ് ചെയ്യാൻ പഠിച്ചാലോ. സ്ട്രാറ്റജിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 10% ആയിട്ട് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. സ്ട്രാറ്റജി നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.